10 ലക്ഷത്തിൽ താഴെ വരുന്ന ഒരു വീടിൻ്റെ പ്ലാൻ അയച്ചു തരാമോ? അല്ലെങ്കിൽ പലപ്പോഴും പല വീടുകളുടെയും 3D ത്രിമാണ രൂപങ്ങളൊക്കെ അയച്ചു തന്നിട്ട് അത്തരത്തിൽ അതേപോലെ ഒരു വീടിൻ്റെ പ്ലാൻ നിർമ്മിച്ച് നൽകാവോ എന്ന് ചോദിച്ചിട്ട് ധാരാളം സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അവരെ ഒരിക്കലും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ഒരു ജോലിയൊക്കെയായി അത്യാവശ്യം സെറ്റിലായി എന്ന് തോന്നുമ്പോൾ പിന്നെ നമുക്കെല്ലാവർക്കും വരുന്ന ഒരു ആഗ്രഹമാണ് സ്വന്തമായി ഒരു വീട് പണിയുക എന്നുള്ളത്. ഇത്തരത്തിലൊരു സ്വപ്നഭവനം പൂർത്തീകരിക്കാൻ വേണ്ടി യാത്രകളിലും മറ്റും നാം കാണുന്ന വീടുകൾ, അല്ലെങ്കിൽ മാഗസിനുകളിൽ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഇത്തരം 3D രൂപങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ട് അത്തരത്തിൽ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ കൂടുതൽ ആളുകളും. എന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വീടിൻ്റെ 3D രൂപം അല്ലെങ്കിൽ എലിവേഷൻ നമുക്ക് ഏത് തരത്തിലും എത്ര ഭംഗിയായിട്ടും ഒക്കെ വരയ്ക്കാൻ സാധിക്കും. പക്ഷെ ഒരു വീടിൻ്റെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായ കാര്യം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഒരു വീടിൻ്റെ പ്ലാൻ എങ്ങനെയായിരിക്കണം, ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഇറ്റ്സ് മീ സുനീർ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വ്ലോഗ്. നമ്മൾ ധാരാളം യാത്രകൾ പോവാറുണ്ട്. ഈ ഓരോ യാത്രകളും നമുക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് സമ്മാനിക്കുക. എത്ര വലിയ ടെൻഷനിൽ നിന്നായാലും ഇത്തരം യാത്രകൾ നമ്മുടെ മനസ്സിനെ വളരെയേറെ സന്തോഷിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ആവണം നമ്മുടെ ഓരോ ഭവനങ്ങളും. നമ്മൾ എത്ര തിരക്കിലാവട്ടെ, അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടിയ സാഹചര്യത്തിലായാലും ആ ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മുടെ വീടുകളിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനുള്ളിലെ ആ ഒരു ഇരുത്തം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സമാധാനം തരുന്ന ഒരിടമായി മാറണം. എത്ര വലിയ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നമ്മുടെ വീട്ടിൽ ചിലവഴിക്കുന്ന ആ ഒരു നിമിഷത്തിന് കഴിയുന്നുണ്ടെങ്കിൽ ആ വീടാണ് നമ്മുടെ സ്വപ്നഭവനം. സാധാരണഗതിയിൽ ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കാൻ നമ്മളൊരു എഞ്ചിനീയറെയോ ആർക്കിടെക്ചറെയോ അല്ലെങ്കിൽ ഒരു ഡിസൈനറെയോ സമീപിക്കുമ്പോൾ സാധാരണ പലരും പറയുന്ന ഒരു ആവശ്യമാണ് താഴെ 2 കിടപ്പുമുറികൾ, മുകളിൽ 2 കിടപ്പുമുറികൾ എന്നിങ്ങനെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു പ്ലാൻ വരയ്ക്കാൻ സമീപിക്കുന്നതിന് മുന്നേ ആയി നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്, അതിൽ പ്രായമായവർ എത്രയുണ്ട്, കുട്ടികൾ എത്രയുണ്ട് എന്നൊക്കെ തീരുമാനിച്ച് അവർക്ക് വേണ്ടിയിട്ട് കിടപ്പുമുറികൾ ഡിസൈൻ ചെയ്യലാണ് ഏറ്റവും നല്ലത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ നമ്മളൊരു എഞ്ചിനീയറെയോ ആർക്കിടെക്ചറെയോ സമീപിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയും. നമുക്ക് ഇത്ര ബെഡ്റൂം വേണം, കിച്ചൺ, ഹാള്, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അവർ നമുക്കൊരു ഡ്രോയിങ് തരും. പക്ഷേ പലപ്പോഴും നമുക്ക് ഈ റൂമുകളുടെ വലുപ്പത്തെക്കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാവാറില്ല. ഇത് എപ്പോഴാണ് നമുക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലാവുന്നത്, നമ്മുടെ ഈ വീടിൻ്റെ പണിയൊക്കെ ഏകദേശം തീരാറാവുന്ന സമയത്ത് ഒന്നുകിൽ നമ്മുടെ കിടപ്പുമുറികൾക്ക് വേണ്ടത്ര വലിപ്പം പോരാ, അല്ലെങ്കിൽ ഹോൾ റൂമിന് വേണ്ടത്ര വലിപ്പം പോരാ, അല്ലെങ്കിൽ അധിക വലിപ്പമാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വീട് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ റൂമുകളുടെ വലിപ്പത്തെക്കുറിച്ചിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഏകദേശം ഒരു ധാരണ ഉണ്ടാവണം. ഇന്ന് നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഏറ്റവും കുറഞ്ഞത് 5 മീറ്ററെങ്കിലും മെഷർ ചെയ്യാൻ സാധിക്കുന്ന മെഷറിംഗ് ടേപ്പുകൾ ലഭ്യമാണ്. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ ഏകദേശം 100ഓളം രൂപ ചിലവഴിച്ചാൽ മാർക്കറ്റിൽ നിന്ന് ഈ ഒരു ടേപ്പ് നമുക്ക് മേടിക്കാൻ സാധിക്കും. ഇനി ഇത്തരത്തിൽ മെഷറിംഗ് ടേപ്പുകൾ ഉപയോഗിച്ചിട്ട് അളക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ടൊരു സൂത്രം പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇന്ന് കാണുന്ന ടൈലുകൾ, നമ്മുടെ വീടുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന ടൈലുകളുടെ അളവ് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ബൈ 60 സെൻറ്റിമീറ്റർ ആണ്. അതായത് നീളവും 60 സെൻറ്റിമീറ്റർ, വീതിയും 60 സെൻറ്റിമീറ്റർ. ഇത്തരത്തിലുള്ള 5 ടൈലുകൾ ചേർത്ത് വെച്ചാൽ നമുക്ക് 3 മീറ്റർ ലഭിക്കും. ഇങ്ങനെ ഒരു ഏകദേശ റൂമിൻ്റെ വലിപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൂമിന് എത്രത്തോളം അളവ് വേണം, അല്ലെങ്കിൽ നമ്മൾ എത്ര വലിപ്പമുള്ള ബെഡാണ് ഉപയോഗിക്കുന്നത് എന്നതിനൊക്കെ ആസ്പദമാക്കിയിട്ട് വേണം നമ്മുടെ റൂമിൻ്റെ വലിപ്പം തീരുമാനിക്കാനായിട്ട്. ഇനി ഒരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ ആ റൂമുകൾക്ക്, അല്ലെങ്കിൽ ഹോൾ റൂമുകൾക്ക്, അല്ലെങ്കിൽ വീടിൻ്റെ മൊത്തത്തിൽ എത്രത്തോളം ഓപ്പണിംഗ് അധികം കൊടുക്കുന്നു, അല്ലെങ്കിൽ ജനാലയുടെ വലിപ്പത്തിനനുസരിച്ച് ആ വീടിൻ്റെ ഭംഗിയും കാറ്റും വെളിച്ചവും ഒക്കെ കൂടും. നമുക്ക് പലപ്പോഴും അറിയാം, പല വീടുകളിലും നമ്മൾ ചെന്ന് കയറിയാൽ പകൽ സമയങ്ങളിൽ പോലും ആ റൂമിനകത്ത്, അല്ലെങ്കിൽ ആ ഒരു ഹോളിനകത്ത് ഭയങ്കരമായ ഇരുട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഒരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് ആ കാറ്റിനും വെളിച്ചത്തിനും തന്നെയാണ്. ഇനി ബാത്റൂമിൻ്റെയും ടോയ്ലറ്റുകളുടെയും ഒക്കെ കാര്യത്തിൽ വന്നാൽ അത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു പൊസിഷനും അതിൻ്റെ വലിപ്പവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ശരിയായ നമ്മുടെ ഒരു ലോ ബഡ്ജറ്റ് വീട്ടിലൊക്കെ വരുന്ന ഒരു ബാത്റൂമിൻ്റെ ശരിയായ സൈസ് എന്ന് പറയുന്നത് 1.8 മീറ്റർ നീളവും അതുപോലെ തന്നെ 1.5 മീറ്റർ വീതിയുമാണ്.
ഇത്തരത്തിൽ ഡിസൈൻ ചെയ്യുന്ന ഒരു ബാത്റൂമിനെ നല്ല രീതിയിൽ തന്നെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ആയിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് വാഷ് ബേസിനും അതുപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റും ഒക്കെ വളരെ നല്ല രീതിയിൽ ഭംഗിയായി അവിടെ സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വലിപ്പമാണ് ഈ പറഞ്ഞത്. ഇനി ബാത്റൂമുകൾ എപ്പോഴും ഒരേ ദിശയിൽ അല്ലെങ്കിൽ ഒരേ സ്റ്റേജിൽ വരുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് ധാരാളം പ്ലംബിങ്ങിൻ്റെ ചിലവുകൾ കുറഞ്ഞു കിട്ടുകയും അതിലുപരി ഡ്രെയിനേജ് സിസ്റ്റമെല്ലാം നമുക്ക് ഒരു വശത്തേക്ക് മാത്രം സ്ഥാപിക്കാനും കഴിയും. ഒരു വീട് പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ വേണ്ടത് മനോഹരമായ ഒരു വസ്തുവാണ്. വീട് നിർമ്മിക്കുന്നതിന് ഏറ്റവും നല്ല വസ്തു എങ്ങനെ സെലക്ട് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു വീഡിയോ ഇതിനു മുന്നേ നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഈ ഐക്കാർഡിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്ന് വീഡിയോ കാണാം. മറ്റൊന്ന്, വീട് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ പ്ലോട്ടിലുള്ള പരമാവധി വൃക്ഷങ്ങൾ നിലനിർത്തുക. ഇത് നല്ലൊരു അന്തരീക്ഷം നമ്മുടെ വീട്ടിനുള്ളിലേക്ക് ലഭിക്കുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ ഒരു വീടിൻ്റെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് ഫർണിച്ചർ ലേഔട്ടും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ലേഔട്ടും. പലപ്പോഴും പല വീടുകളുടെയും പ്ലാൻ എടുത്ത് നോക്കിയാൽ ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ലേഔട്ടോ ഫർണിച്ചർ ലേഔട്ടോ കാണാൻ കഴിയില്ല. ഇങ്ങനെ ഇലക്ട്രിക്കൽ ലേഔട്ടും ഫർണിച്ചർ ലേഔട്ടും പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മളൊരു വീട് നിർമ്മിച്ചാൽ ഭാവിയിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഉദാഹരണത്തിന്, പലപ്പോഴും നമ്മൾ ഫർണിച്ചറുകൾ നമ്മുടെ റൂമുകളിൽ സെറ്റ് ചെയ്താൽ പല പ്ലഗ് പോയിൻറ്റ്സും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ വരും. പലപ്പോഴും ചില ജനലുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം പോലും കാണാറുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന പ്രശ്നങ്ങൾ, ഇത്തരത്തിൽ പ്ലഗ് പോയിൻറ്റ്സ് ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോൾ ധാരാളം എക്സ്റ്റൻഷൻ കേബിളുകളും അതുപോലെ തന്നെ മൾട്ടി പിന്നുകളും ഉപയോഗിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ അകത്തളമൊക്കെ വൃത്തികേടാവുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഡ്രോയിങ്ങുകളിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഫർണിച്ചർ ലേഔട്ട് കൃത്യമായി രേഖപ്പെടുത്തിയാൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരില്ല. പലപ്പോഴും എല്ലാവരും വീടിൻ്റെ എക്സ്റ്റീരിയറിനാണ് പ്രാധാന്യം കൊടുക്കുക. നമ്മളെപ്പോഴും എക്സ്റ്റീരിയറിനേക്കാൾ നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറിന് പ്രാധാന്യം കൊടുത്താൽ ആ വീടൊരു സ്വർഗമായി മാറും. ഇനി കഴിയുന്നതും നമ്മുടെ വീടുകളിൽ വരുന്ന അതിഥികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട് ഡിസൈൻ ചെയ്യാതിരിക്കുക. മുമ്പ് എപ്പോഴോ ഒരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നോ വരുന്ന ഏതോ ഒരു അതിഥിക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ചിലവാക്കുകയും വില കൂടിയ പാത്രങ്ങളുമൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്ന പല ആളുകളും നമുക്കിടയിലുണ്ട്. ഇത്തരത്തിലുള്ള അനാവശ്യ ചിലവുകൾ നമുക്ക് ഒഴിവാക്കി നിർത്താം. മറ്റുള്ളവരെ കാണിക്കുന്നതിലുപരി നമ്മുടെ മനസ്സിനും സന്തോഷത്തിനും ഉതകുന്ന തരത്തിലൊരു വീട് പണിയുമ്പോഴാണ് ആ വീട് ഏറ്റവും മനോഹരമാവുന്നത്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇത്തരം അറിവുകളാണ് സുനീർ മീഡിയ എന്ന ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വീട് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഈ കാര്യങ്ങളിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പല ആളുകളും പലപ്പോഴായിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട്, വീട് പണി തുടങ്ങി അല്ലെങ്കിൽ വീട് ഈ സ്റ്റേജിലായി, ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ്. കേൾക്കുന്നതിൽ വളരെ അധികം സന്തോഷം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നമർത്തുകയും അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ കൊടുത്ത് ഇനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യണം. വീണ്ടും മറ്റൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.